പത്മകുമാറിനെ ഇങ്ങനെ തൽക്കാലം സംരക്ഷിച്ചു നിർത്തുന്നതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതിന്റെ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക്, ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്ക് നീങ്ങുമോ എന്ന സംശയം. അദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന് ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിനെതിരായിട്ട് എന്തൊക്കെ മൊഴികളാണ് വന്നിരിക്കുന്നത്, പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന്, വാസുവിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ മൊഴികൾ വന്നിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ല. പക്ഷെ പുറത്തു വന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒപ്പം ഈ കവർച്ചയില് തുല്യ പങ്ക് കടകംപള്ളിക്കുമുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്താണ് പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി? അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരം ശബരിമലയിലേക്ക് വരുന്നത് നേരിട്ടല്ല, ദേവസ്വം വകുപ്പ് മുഖേനയാണ്. ഈ സ്വർണം പൂശുന്നതിനുള്ള സ്പോൺസർഷിപ്പിന് വേണ്ടി ആദ്യം അപേക്ഷ നൽകിയത് സംസ്ഥാന സർക്കാരിനാ. അത് വേണ്ട പോലെ ചെയ്യണമെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിലേക്ക് വിട്ടതാരാ? നമ്മുടെ കടകംപള്ളിയാ, മന്ത്രി, ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയാ. ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല, പത്മകുമാറിന്റെയും മറ്റും മൊഴികളിൽ വന്നതാണ്. അത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ല എന്ന് കടകംപള്ളി പറഞ്ഞെങ്കിലും അവരിരുവരും ചേർന്നുള്ള ചിത്രങ്ങളൊക്കെ, ഫോട്ടോകള് അതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കടകംപള്ളിയുടെ മണ്ഡലമായ കഴക്കൂട്ടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത പല പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അപ്പൊ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം കടകംപള്ളിയെ തൊടാതെ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. സംശയം വേണ്ട, ചോദ്യം ചെയ്യും.